ഇപ്പോൾ കേട്ടുവരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മളൊക്കെ ആശങ്കയോടെ കാത്തിരുന്ന കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് പാലിന്റെ വില കൂട്ടാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വില കൂട്ടുക. നേരിയ വില വർധനയെ ഉണ്ടാകൂ എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. മിൽമ കൂട്ടിക്കൊടുക്കാൻ ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ? അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. സ്വാന്തന സജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന, ഗുഡ് ഈവനിങ്. എന്തായാലും കൂട്ടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കൂട്ടിയതിന്റെ ഒരു പ്രതിഫലനം വരണ്ട എന്ന് കരുതിയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂട്ടാം എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്? സുജയ, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുള്ള കാര്യമാണ് ഈ പാലിന്റെ വില ക്രമാതീതമായി കൂടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും പാലിന്റെ വില കൂടും. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കൂട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 സുജയ, 2022 ഡിസംബറിലാണ് ഏറ്റവും അവസാനമായി പാലിന്റെ വില കൂട്ടിയത്. അന്ന് 6 രൂപയായിരുന്നു മിൽമ പാലിന്റെ വില കൂട്ടിയത്. അതിനുശേഷം ഇതുവരെയും കൂട്ടി പല മേഖലാ യൂണിയനുകൾ, മിൽമയുടെ തന്നെ എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. കർഷകരും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഒരു അമിത ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിനെ തുടർന്നാണ് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ വില കൂട്ടാതിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയും ഒരു നേരിയ തോതിൽ വില വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ശുപാർശ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ വില വർധനവിലേക്ക് പോകാം എന്നുള്ള ഒരു നിലപാട് മിൽമയും എടുത്തിരിക്കുന്നത്. മിൽമയും അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു വില വർധനവ് ഉണ്ടാകും, അക്കാര്യം സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മിൽമയുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ സുജ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾക്ക് മേലൊരു വില വർധനവ് അടിച്ചേൽപ്പിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു 5 രൂപയിൽ താഴെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 4 രൂപയോ 3 രൂപയോ ഒക്കെ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു വർധനവ് ഉണ്ടാകും. അത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഈ തിരഞ്ഞെടുപ്പുകളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ മിൽമയും സർക്കാരും ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് സുജ. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വില കൂട്ടിയ പ്രഖ്യാപനം വരിക. എന്തായാലും കൂട്ടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്.